പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. യേശു സ്വർഗാരോഹണം ചെയ്ത ശേഷം അവിടുത്തെ ശിഷ്യന്മാർ മാളികയുടെ മുകളിലെ മുറിയിൽ ഒത്തുകൂടി. നമ്മുടെ പരിശുദ്ധ അമ്മ മറിയവും അവിടെ അവരോടൊപ്പം ഉണ്ടായിരുന്ന അവൾ മാതൃസ്നേഹത്തോടെ അവരെ പിന്തുണയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രവർത്തികൾ 1:14 പറയുന്ന സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഐക്യത്തിന്റെയും പ്രാർത്ഥനയുടെയും ശക്തി പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുന്നു. അവൾ ഒറ്റയ്ക്ക് നിന്നല്ല, അപ്പോസ്തലന്മാരോടൊപ്പം ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചു. കുടുംബങ്ങളും സഭകളും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ശക്തമായി നിറയും. കുടുംബ പ്രാർത്ഥന ഒരു പതിവാക്കുക. സഭ ജീവിതത്തിൽ സജീവമായി പങ്കെടുക്കുക. എല്ലാവരുമായി സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുകയും ചെയ്യുക. പരിശുദ്ധ അമ്മ മറിയമേ, സ്നേഹത്തിലും പ്രാർത്ഥനയിലും ഐക്യപ്പെട്ട് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളും സഭകളും പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. ആമേൻ.